ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബ്രെഡ് പോളയാണ്. ബ്രെഡ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ബ്രെഡ് ആയതുകൊണ്ടാണ് 8 സ്ലൈസ് എടുത്തത്. അപ്പോൾ വലിയ ബ്രെഡൊക്കെ ആണെങ്കിൽ 5ഓ 6ഓ സ്ലൈസൊക്കെ എടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇനി ബ്രെഡ് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. ബ്രെഡ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതങ്ങ് മാറ്റി വെക്കാം. പിന്നെ ഞാനൊരു ബൗളിലേക്ക് 3 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ ഒരു സ്മെല്ലൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. വാനില എസൻസ് അല്ലെങ്കിൽ ഏലക്കപ്പൊടിയാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് പതപ്പിച്ചെടുക്കണം. ബീറ്റർ വേണമെന്നൊന്നുമില്ല. ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് നമുക്ക് മുട്ട പതപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് പതപ്പിച്ചെടുക്കണം. പഞ്ചസാര ഒന്ന് മെൽറ്റായി വരട്ടെ. പൊടിച്ചെടുത്ത പഞ്ചസാരയാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത ബ്രെഡ് ഇനി ഇതിലേക്ക് ചേർക്കാം. മുഴുവനും ഒരുമിച്ച് ചേർക്കേണ്ട, കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിവിടെ തിക്കായിട്ടാണുള്ളത്. ബാറ്റർ കാണാമല്ലോ അല്ലേ, കുറച്ച് കട്ടിയിലാണുള്ളത്. അപ്പോൾ ഇതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാല് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ആദ്യം ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ബാക്കി ചേർത്ത് കൊടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ പാല് വേണ്ടി വരും. പിന്നെ കാച്ചിയെടുത്ത പാല് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാലൊക്കെ ആണെങ്കിൽ അത് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ടോട്ടൽ 7 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്തിട്ടുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടൊക്കെ പാല് ചേർത്ത് കൊടുത്തോളൂ. ഇവിടെ ഞാൻ അടികട്ടിയുള്ള ഒരു പാത്രം, ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലാണ് പോള തയ്യാറാക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇല്ലെങ്കിൽ ഓയിൽ മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെയും ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് കാഷ്യൂ നട്ടും കിസ്മിസും ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിവിടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൽ നിന്നും കുറച്ച് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് കൂട്ടിൽ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ പാനിലേക്ക് തന്നെ ഈ ബ്രെഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ബാക്കി വന്നിട്ടുള്ള കാഷ്യൂ നട്ടും കിസ്മിസും ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വിതറി കൊടുക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്ത് വെക്കണം. സോസ് പാനിൻ്റെ അടിയിലായിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് സോസ് പാൻ ഫ്ലെയിമിൽ വെക്കുന്നില്ല. പകരം ഒരു പഴയ പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് സോസ് പാൻ എടുത്ത് വെക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഒരു 30 മിനിറ്റ്സ് ഒക്കെ മതിയാവും. ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വെക്കാം. നമുക്ക് നോക്കാം എത്ര സമയം എടുക്കും ഇത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 30 മിനിറ്റ്സ് ആയിട്ടില്ല. ഒരു 5 മിനിറ്റ് മുന്നേ ഞാൻ തുറന്ന് നോക്കിയതാണ്. ഇതിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് കുക്കായിട്ടുണ്ട്, കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം. ഇതുപോലെ കത്തി വെച്ചിട്ടോ ടൂത്ത് പിക്ക് വെച്ചിട്ടോ ചെയ്യാം. അപ്പോൾ ഇത് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്, കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ ഇതിൻ്റെ സൈഡൊക്കെ കാണുന്നില്ലേ, വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. പിന്നെ ഞാൻ ഈ പാനിലേക്ക് നെയ്യോ ഓയിലോ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, സ്നാക്ക് മാത്രമല്ല. അപ്പോൾ 2 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം.
അങ്ങനെ നമ്മുടെ ബ്രെഡ് പോള ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്, കഴിക്കാൻ വേണ്ടിയിട്ട് അതിലും ടേസ്റ്റാണ്. ചൂടോടുകൂടെ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായി ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്